എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ സമാഗമന കൂടാരവും ക്രിസ്ത്യാനിയുമായുള്ള ബന്ധത്തിൽ നമ്മൾ താമരത്തൊട്ടി എന്നുള്ള വിഷയമാണ്. അത് വെളിപ്പാട് പുസ്തകവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മളത് ചിന്തിച്ചത് കഴിഞ്ഞ ദിവസം. താമരത്തൊട്ടി വെളിപ്പാട് പുസ്തകത്തിൽ അത് കണ്ണാടിക്കടൽ ഇങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിലാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായത്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിന്ന് വീണ്ടും നമ്മൾ ചിന്തിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്കൊരു പാട്ട് പാടാം. എത്ര ശ്രേഷ്ഠയായിടേണം തൻ വധു, എത്ര ശുഭ്രശോഭിതം തൻ വസ്ത്രവും, വേഗമേശു വന്നിടും പോരാടിടാം, ജാഗരിച്ചു പ്രാർത്ഥിച്ചുണരാം സദാ. ഓടിടാം ഓടിടാം, തേജസിൻ കിരീടം നേടിടാം, യേശുവിൻ കാന്തയെ ദൂരലോകയാശകളെറിഞ്ഞിടാം. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠതയുള്ള ഒന്നാണ് കർത്താവിൻ്റെ സഭ എന്നുള്ളത്, അവൻ്റെ വിശുദ്ധ മണവാട്ടി എന്നുള്ളത്. അത് വെളിപ്പാട് പുസ്തകത്തിലെ 21 അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാമെന്ന് യോഹന്നാനോട് പറഞ്ഞിട്ട് അവിടെ കാണിച്ചു കൊടുക്കുന്നതായ കാര്യമാണ് വെളിപ്പാട് പുസ്തകം 21:9 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൽ 11 വാക്യം നാം പ്രത്യേകിച്ച് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അപ്പം കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയായ സഭയെ അവിടെ വിവരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, സഭയുടെ സൗന്ദര്യമാണ് അവിടെ പറയുന്നത്, സഭയുടെ പരിശുദ്ധിയാണ് കാണുന്നത്, സഭയുടെ തേജസ്സാണ് കാണുന്നത്. എന്താണ് ശരിക്കും സഭ? സഭയെ കർത്താവ് യേശു എഫേസ്യ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ക്രിസ്തുവിൻ്റെ രക്തം സകല പാപക്കറകളെയും കഴുകി അവൻ്റെ വിശുദ്ധ മണവാട്ടിയായിട്ട് അവൻ കഴുകി വെടിപ്പാക്കിയെടുത്തതാണ് ഈ അവൻ്റെ കാന്ത എന്ന് പറയുന്നത്. അതിൻ്റെ അവളുടെ തേജസ്സിനെ കുറിച്ചാണ് ഈ പറയണത്, സഭയുടെ തേജസ്സിനെ കുറിച്ചാണ് ഈ പറയണത്. അതായത് സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ സ്വർഗീയ സിയോൻ, അതായത് സ്വർഗീയ യെരുശലേം എന്ന വിശുദ്ധ മന്ദിരം, ഇല്ലെങ്കിൽ യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന കാണിക്കും. ഇതെല്ലാം ആലങ്കാരിക ഭാഷയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു യെരുശലേമല്ല, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം ആലങ്കാരികമായിട്ട് പറയുന്ന ഭാഗങ്ങളാണ്. ഇവിടെ പറയുന്ന ജ്യോതിസ് അത് ഈ ഭൂമിയിലുള്ള മറ്റു കാര്യങ്ങളെ കൊണ്ട് ഉപമിക്കുകയാണ്. ഇപ്പം രത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്ഫടിക സ്വച്ഛത എന്നൊക്കെ പറയണത്, കാരണം സൂര്യകാന്തം എന്നൊക്കെ പറയണത് ഇതൊക്കെ ആളുകൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഭൂമിയിലാണ് ഇതെല്ലാം ഉള്ളത് തന്നെ. നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നമുക്കൊരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് നമ്മൾ നോക്കിക്കണ്ട് ഈ ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം കാണാം എന്നൊക്കെ പറയണത് പോലെ ഗ്ലാസ് എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉപമിക്കാൻ പറ്റുന്നത്. ഈ ഗ്ലാസ്സിലൂടെ നോക്കിയാൽ നമുക്ക് അപ്പുറം കാണാം എന്ന് പറയണത്. ഇല്ലെങ്കിൽ സൂര്യകാന്തം എന്നൊരു സാധനം ഉള്ളത് കൊണ്ടാണ് സൂര്യകാന്തം പോലെ എന്ന് പറയണത്. സ്ഫടിക സ്വച്ഛത എന്ന് പറയുമ്പോൾ സ്ഫടികം എന്നൊരു സാധനം ഉള്ളത് കൊണ്ടാണ്, അത് കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ടും അത് ഭൂമിയിൽ മനുഷ്യർ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയണത്. എസെക്കിയേലിന്റെ കാലത്തും നമുക്ക് കാണാൻ സാധിക്കും, എസെക്കിയേൽ പറയുന്നത് പളുങ്ക് കട, ഇല്ലെങ്കിൽ പളുങ്കിനൊത്ത എന്ന് പറയുന്നത്. അപ്പോൾ പളുങ്ക് എന്ന് പറയുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. പളുങ്ക് ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 3800ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ
അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 3800 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ ചെല്ല് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അവിടെ അവരുടെ പല സ്മാരകങ്ങളിലും ശവകുടീരങ്ങളിൽ കാണുന്ന ചിത്രമെഴുത്തുകൾ പ്രതിനിധീകരിക്കുന്നത് ഗ്ലാസ് ബൗള് ഒക്കെ ഉള്ളത് കാണാൻ സാധിക്കും. ചില്ലിൽ നിറം കൊടുക്കുന്ന പരിപാടി അവർ ചെയ്തിരുന്നു. ഗ്ലാസിന് ഇടയിൽ സ്വർണവും മറ്റു വെച്ചുകൊണ്ട് സാൻഡ്വിച്ച് പോലെയുള്ള വർക്ക് അവർ ചെയ്തിരുന്നു. ഇതൊക്കെ നമുക്ക് കാണാം വളരെ വർഷങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് സ്ഫടികമായാലും പളുങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആളുകൾക്ക് സുപരിചിതമായതുകൊണ്ടാണ് ഇപ്പം എസെക്കിയേൽ തൻ്റെ പുസ്തകം എഴുതുമ്പോഴും പറയുന്നത് പളുങ്ക് പോലെ എന്ന് പറയണത്. ഇപ്പം യോഹന്നാൻ പറയുന്നത് പളുങ്ക്, യോഹന്നാൻ ഇവർ പറയുന്നത് പളുങ്ക്, സ്വച്ഛ സ്ഫടികം, സൂര്യകാന്തം എന്നൊക്കെ പറയണത്. അപ്പോൾ അതെല്ലാം അവർ കണ്ടിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് ഭൂമിയിലെ ഈ സാധനങ്ങൾ വെച്ചുകൊണ്ട് സ്വർഗത്തിൽ യോഹന്നാൻ കണ്ടതിന് വിവരിക്കുകയാണ്. യോഹന്നാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളെ വിവരിക്കാൻ ഭൂമിയിലുള്ള വസ്തുക്കളെ ഉപയോഗിക്കുകയാണ്. യോഹന്നാൻ കണ്ടത് വേറെ ഒന്നും കൊണ്ട് വിവരിക്കാൻ പറ്റില്ല, കണ്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വിവരിക്കാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഇതല്ല, ഈ അക്ഷരികമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കണം ഒന്നും തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ കണ്ണാടി കടലിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നത്. സിംഹാസനത്തിൽ നിന്ന് അതിൻ്റെ മുമ്പിൽ കണ്ണാടി കടൽ കാണിക്കുന്നു. ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴും ഇതെല്ലാം നമ്മൾ കാണുന്നത് ഈ വിവരണങ്ങളിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു കഴുകൽ പ്രാപിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണാൻ കഴിയുമ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ സമാഗമന കൂടാരത്തിൽ ഒരു പുരോഹിതൻ കഴുകൽ പ്രാപിച്ചുകൊണ്ടാണ് കൈയും മുഖവും എല്ലാം കഴുകും. അതിവിശുദ്ധ വർഷത്തിലെ യോങ്കിപ്പേറുന്ന ദിവസത്തിലാണെങ്കിൽ, ഇല്ലെങ്കിൽ ആ മഹാപാപ പരിഹാര ദിവസത്തിലാണെങ്കിൽ അദ്ദേഹം ശരീരം മുഴുവനും കഴുകിയിട്ടാണ് വിശുദ്ധ മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ അകത്തെ മന്ദിരത്തിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവിടെ പറയുന്നതായ പളുങ്ക് കടലും ഇല്ലെങ്കിൽ കണ്ണാടിക്കടലും എന്നൊക്കെ പറയുന്നത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ ഇല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സിംഹാസനത്തിനോട് അടുക്കാൻ തടസ്സമായി നിൽക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു ദൈവമകന് ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ പളുങ്ക് കടൽ അവിടെ നിൽക്കുകയാണ്. അതേസമയത്ത് സമാഗമന കൂടാരത്തിലാണെങ്കിൽ ഈ താമ്രത്തൊട്ടിയിൽ കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇവിടെ അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. അപ്പം മൃഗത്തിൻ്റെ രക്തവും വെള്ളത്തിലുള്ള കഴുകലും കൃപയുടെ കൃപയുടെ സിംഹാസനത്തിന് മുമ്പിൽ ഒരുവന് നിൽക്കുന്നതിന് ആവശ്യമാണെന്ന് കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഒരാൾക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് വേണം അദ്ദേഹത്തിന് അവിടെ കയറി ചെല്ലുവാൻ. കാരണം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എബ്രായ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതുപോലെ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അവിടെ 10-ന്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക എന്ന് പറയാൻ. അപ്പം ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാണ്, അവൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണ് നാം. ശരീരം കഴുകപ്പെട്ടവരാണ്, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അതുകൊണ്ട് അടുത്ത് ചെല്ലാൻ പറയാണ്. കാരണം ദുർമനസാക്ഷി മാറി യേശുവിൻ്റെ യാഗത്തിലൂടെ നമ്മുടെ മഹാപുരോഹിതൻ നമുക്കവിടെ ശുശ്രൂഷ ചെയ്യുന്നതിലൂടെ, അവൻ നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിയതിലൂടെ നമുക്ക് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ 16-ാം വാക്യം കൂടി നമുക്ക് വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് എല്ലാം പറയണം. കാരണം തടസ്സം മാറുകയാണ്. ദൈവമക്കൾ യേശു മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും കർത്താവ് യേശുവിൻ്റെ മരണത്തിലൂടെ അടക്കത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയും കടക്കുമാറാക്കുന്ന സ്നാനത്തിലൂടെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന പോലെ അവൻ്റെ മരണത്തോടും പങ്കാളികളായി, അവൻ്റെ അടക്കത്തോടും പങ്കാളിയായി, അവൻ്റെ പുനരുത്ഥാനത്തോടും പങ്കാളിയായി തീർന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ, കൃപാസനത്തിനോട് അടുത്തു വരുവാൻ, എല്ലാവിധത്തിലും അവൻ്റെ സന്നിധിയിലേക്ക് ദുർമനസാക്ഷി നീങ്ങിക്കൊണ്ട്
യേശുവിൻ്റെ അടുക്കിലേക്ക് ഇല്ലെങ്കിൽ സിംഹാസനത്തിനടുത്തേക്ക് ചെല്ലുവാൻ ഇന്ന് ആളുകൾക്ക് സാധിക്കുകയാണ്. അപ്പം അപ്രകാരം കഴുകപ്പെട്ട ഒരു വ്യക്തിയെ ഇല്ലെങ്കിൽ അപ്രകാരം കഴുകപ്പെട്ടവരെയാണ്, സഭയെയാണ് അപ്രകാരം കഴുകപ്പെട്ടവരെയാണ് കർത്താവിൻ്റെ മണവാട്ടിയാക്കി മാറ്റുന്നത്. അങ്ങനെയുള്ള മണവാട്ടിയെക്കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോൾ വായിച്ചത്. അവർ സ്ഫടിക സ്വച്ഛതയ്ക്ക് തുല്യമായ സൂര്യകാന്തം പോലെയായിരുന്നു അതിൻ്റെ സൗന്ദര്യം. തേജസ് ഉള്ളതാണ് സൗന്ദര്യം. കാരണം ഒരു പാപിയും അവിടെ പ്രവേശിക്കുന്നില്ല. ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവൻ്റെ മണവാട്ടി എന്നുള്ളതിൽ ഒരു പാപിക്കും സ്ഥാനമില്ല, ഒരു കറയ്ക്കും കളങ്കത്തിനും അവിടെ സ്ഥാനമില്ല, ഒരു മലിനതയും അവിടെ ഇല്ല. മുഴുവനും കഴുകപ്പെട്ട ശുദ്ധ മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിലൂടെ എല്ലാവിധ അധർമ്മങ്ങളും അകൃത്യങ്ങളും എല്ലാ കളങ്കങ്ങളും കഴുകപ്പെട്ടവരാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ നിൽക്കാൻ മറ്റൊന്നിനും വേറെ ഒന്നിനും അവിടെ സാധ്യമല്ല എന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. അവിടെ 27-ാം വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 21-ന്റെ വാക്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കും, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പോൾ ഈ കാണിച്ചത്, ഈ ഇറങ്ങി വന്നത് എന്താണെന്ന് കാണിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ലെന്ന് പറയാം. അപ്പം കർത്താവിൻ്റെ സഭയിൽ, അവൻ്റെ രാജ്യത്തിൽ, അവൻ്റെ മണവാട്ടി എന്നുള്ള അവസ്ഥയിൽ പ്രവേശിക്കപ്പെട്ടവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരുടെ സൗന്ദര്യമാണ് ഇവിടെ പറയുന്ന സ്വച്ഛ സ്ഫടികം എന്നുള്ള പറയുന്ന കാര്യം. മറ്റൊരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിൻ്റെ ഒരു വ്യക്തമായ ഒരു പൊരുള് ഇല്ലെങ്കിൽ ആ പൊരുത്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുമായിട്ടുള്ള ഒരു പൊരുത്തം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വീണ്ടും 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നാം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. നമുക്ക് കാണാം, നമ്മൾ ആദ്യം സിംഹാസനത്തിന് മുമ്പിൽ പരിചയപ്പെട്ട ഒരു കാര്യമാണ് കണ്ണാടിക്കടൽ. അപ്പം ദൈവ തേജസ്സിൻ്റെ വെളിച്ചം സിംഹാസനത്തിൽ നിന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്, ആ പ്രകാശം കണ്ണാടിക്കടലിലേക്ക് മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയവും. അത് നേരെ ദൈവത്തോട് അനുസരണം കാണിക്കുന്ന ഒരു ദൈവമകൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിലേക്കാണ് ആ പ്രകാശം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തോട് അനുസരണമുള്ള ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിലേക്ക് അത് പ്രകാശിക്കുകയും, ക്രിസ്ത്യാനി ആ ദൈവ തേജസ്സിൻ്റെ പ്രകാശം അവൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അവനിലൂടെ അത് പ്രകാശിക്കപ്പെട്ട് ലോകത്തിൽ അവൻ്റെ ജീവിതത്തിലൂടെ അവൻ്റെ മനോഭാവം, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ ചുറ്റുപാടുമുള്ള ഭൗതികമായ സാഹചര്യങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും അവനത് വ്യാപിപ്പിക്കുകയാണ്. അവനിലേക്ക് ദൈവത്തിൻ്റെ തേജസ് മിന്നിത്തിളങ്ങുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ്. 2 കൊരിന്ത്യർ 4:6 ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇവിടെ പറയണ ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം എന്താണത്? സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. 119 നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. വെളിച്ചം. സമാഗമന കൂടാരവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, അതിൻ്റെ നിലവിളക്ക് എന്താണ്? ഇല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന മറ്റൊന്നുമല്ല, ആ വെളിച്ചം, അവിടെ വെളിച്ചം കാണിക്കുന്നത് അതൊരു ഭൗതികമായ വസ്തുവാണ്, നിർജീവമായ ഒരു വസ്തുവാണ്. പക്ഷേ അവിടെ എണ്ണ എപ്പോഴും ഒഴിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കണം. അത് കാണിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി എപ്പോഴും ജ്വലിക്കുന്നതാണ് കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം, ക്രിസ്തുവിൻ്റെ വചനം ജീവിതത്തിലേക്ക് വരുമ്പോൾ
ഒരു ജീവിതത്തിൽ പ്രകാശിക്കപ്പെടുന്ന ക്രിസ്ത്യാനി, അവൻ ലോകത്തിലേക്ക് വെളിച്ചം കൊടുക്കുകയാണ്. എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് യേശു പറയുകയുണ്ടായി. നമ്മളിവിടെ കാണിക്കുന്നത് അനുസരണയുള്ള ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലാണ് ഈ തേജസ്സിന്റെ പരിജ്ഞാനം എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. കണ്ണാടിക്കടലിൽ നിന്ന്, സിംഹാസനത്തിൽ നിന്നും ജ്വലിക്കുന്ന തേജസ് ക്രിസ്ത്യാനിയുടെ ഉള്ളിലേക്ക് കണ്ണാടിക്കടലിലൂടെ മിന്നിത്തിളങ്ങിക്കൊണ്ട് അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്, അവൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കുകയാണ്. നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് ഫിലിപ്പിയ ലേഖനം 2:15. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. അപ്പൊ നമുക്കറിയാം എവിടെയാണെന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. 14-ാം വാക്യത്തിൽ കാണാം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. കാരണം കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ ആ സഭ സ്വച്ഛ സ്ഫടിക തുല്യമാണ്, സൂര്യകാന്തം പോലെ ശോഭയുള്ളതാണ്. അവിടെ ഒരു മലിനതയില്ല, പ്യുവറായിട്ടുള്ള ഒന്നാണത്. കർത്താവ് ശുദ്ധയും ശുഭ്രവുമായ ഒന്നായിട്ടാണ് കർത്താവിൻ്റെ സഭയെ രക്തം കൊണ്ട് ശുദ്ധീകരിച്ചത്. അവളുടെ വസ്ത്രം വിശുദ്ധമാണ്, തേജസ്സുള്ളതാക്കി കർത്താവ് മാറ്റിയിരിക്കുകയാണ്. എഫേസ്യ 5-ാം അധ്യായ പ്രകാരം തേജസ്സുള്ളതാക്കി തീർത്തിരിക്കുകയാണ് കർത്താവിൻ്റെ മണവാട്ടിയെ. ആ മണവാട്ടി അവിടെ ഒരു മലിനതയും കാണില്ല, ഒരു മലിനതയുള്ള ആരും അവിടെ ഉണ്ടാവില്ല അവിടെ. അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്, ഈ സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ ഒന്ന്, ഈ മണവാട്ടി അവിടെ ഈ ലോകത്തിൻ്റെ നടുവിൽ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അങ്ങനെ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. വെളിപ്പാട് ദിവസത്തിൽ യോഹന്നാൻ അവിടെ എഴുതുമ്പോൾ സ്വച്ഛ സ്ഫടികം എന്ന് പറയുമ്പോൾ, സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ സൂര്യകാന്തം എന്ന് പറയുമ്പോൾ, ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ഭാഷ ക്രിസ്തുവിൻ്റെ മണവാട്ടി അവിടെ സഭയെക്കുറിച്ച് പറയുന്നത് ലോകത്തിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നു. നമുക്ക് എഫേസ്യ ലേഖനം 5:11 തൊട്ട് 13 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ശോഭിക്കുന്നതെന്ന് നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും. എങ്ങനെയാണ്, എന്താണ് ഈ ശോഭിക്കുക എന്ന് പറയുന്നത്? എഫേസ്യ ലേഖനം 5:11-13 വരെ വാക്യങ്ങളിൽ, അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ഓക്കെ, നമുക്കവിടെ 8 മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. അതായത് വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ തന്നെ ജീവിച്ചവരാണ് ഇവര്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ നിങ്ങളും മുമ്പേ ഈ വകക്കാരായിരുന്നു, എന്നാൽ നിങ്ങൾ കർത്താവ് യേശുവിന്റെ രക്തത്താലും അവന്റെ ആത്മാവിനാലും ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ മുമ്പേ ഇരുളാണ്, ഒരു മനുഷ്യനുമില്ല പാപം ചെയ്യാത്തവർ. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടവരാണ് ലോകത്തിൽ മുഴുവനും ഉള്ളത്. ഈ മനുഷ്യനാണ് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാണ്. അതാ പറയണത്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ എന്ന് പറയുകയാണ്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സഭ വെളിച്ചത്തിൽ നടക്കുന്ന ഒന്നാണ്, പ്രകാശം പരത്തുന്ന ഒന്നാണ്. കൂടാതെ 11-ാം വാക്യത്തിൽ കാണാം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. ഇരുട്ടാണ് ലോകം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിരിക്കണം. അതിൽ നിന്ന് വേർപെട്ട് ജീവിക്കണം. ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ലോകത്തിനുള്ളവരല്ല, ലൗകികന്മാരല്ല, ലോകത്തിലാണ് ജീവിച്ചത്. യേശുവും ലോകത്തിലാണ് ജീവിച്ചത്. യേശു പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ല. അവന്റെ മക്കൾ, അവന്റെ ജനം ലൗകികന്മാരല്ല. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതുകൊണ്ട് 13-ാം വാക്യത്തിൽ പറയുന്നത്, അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അപ്പം മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ മനുഷ്യന്റെ ജീവിതം
പ്രകാശിക്കപ്പെടുകയാണ്. പൗലോസ് എഫെസ്യ ലേഖനം 1:15 വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ടെന്ന് പറയുന്ന വാക്കുണ്ട് അവിടെ. അവിടെ നമുക്ക് 1-ാം അധ്യായത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്കാണത്. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, ഹൃദയത്തിന്റെ കണ്ണുകൾ, നിങ്ങളുടെ ആന്തരിക മനുഷ്യന്റെ കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ട്, ഹൃദയത്തിന്റെ കണ്ണുകൾ, ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസിന്റെ പ്രാർത്ഥന. ആളുകളുടെ കണ്ണുകൾ പ്രകാശിക്കപ്പെടുന്നു, ജീവിതങ്ങൾ പ്രകാശിക്കപ്പെടുന്നു. യേശുവരെ എല്ലാ കറകളിൽ നിന്നും കളങ്കങ്ങളിൽ നിന്നും കഴുകി വെടിപ്പാക്കി കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമാക്കി, ഇല്ലെങ്കിൽ അവൻ്റെ വിശുദ്ധ മണവാട്ടിയാക്കി, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച പ്രിയപ്പെട്ടവളാക്കി മാറ്റിയത്, അവൻ്റെ രത്നം, അവൻ്റെ ജ്യോതിസ്, അവൻ്റെ തേജസ് ഒക്കെയാക്കി മാറ്റിയിരിക്കുന്നത് അവൻ കഴുകിക്കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വെളിച്ചം ഇരുട്ടിനെ ഇല്ലാതാക്കുകയാണ്. കണ്ണാടിക്കടലിലേക്ക് സിംഹാസനത്തിൽ നിന്നും ഒഴുകുന്നതായ ജല നദിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ജീവജല നദി എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ണാടിക്കടലിലേക്ക് സിംഹാസനത്തിൽ നിന്നും ഒഴുകുന്ന ജീവജല നദിയെക്കുറിച്ച് പറയുന്നു. അപ്പൊ ഈ ജീവജല നദി പരിശുദ്ധാത്മാവ് മുഖാന്തരം ക്രിസ്ത്യാനിയിലേക്ക് ഒഴുകുന്നതായ നിത്യജീവന്റെ ഉറവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 4:14 ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അപ്പൊ സിംഹാസനത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവജല നദി, ഇവിടെ പഴയ നിയമത്തിലും അതിനെക്കുറിച്ച് അനവധി കാണാൻ സാധിക്കും. ഇവിടെ യേശുവിൻ്റെ വെളിപ്പെടുത്തലിൽ നമുക്ക് അനവധി കാണാൻ സാധിക്കും. ലേഖനങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് ജീവജലവുമായിട്ട് ബന്ധപ്പെട്ട് ജീവന്റെ വെള്ളം, ജീവന്റെ നീരുറവ, ഇതൊക്കെ എന്താണ് നമുക്കൊന്ന് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു തന്നെ ഇവിടെ സമരിയക്കാരത്തി സ്ത്രീയോട് പറയുകയാണ്, സ്ത്രീയെ, നീ കോരുന്ന ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും, പിന്നെയും കുടിക്കാൻ വരേണ്ടി വരും. പക്ഷെ ഞാൻ നിനക്ക് തരാൻ പോണ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. അത് നിന്നിൽ നിന്ന് ഹൃദയത്തിൽ, നിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദിയായി മാറും എന്നാണ് പറയണത്. എന്താണത്? ഞാൻ കൊടുക്കുന്ന വെള്ളം എന്ന് പറയണത് യേശു കൊടുക്കാൻ പോണ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയണത്. ജീവജല നദി പരിശുദ്ധാത്മാവാണ്. സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന നദി എന്താണ്? പരിശുദ്ധാത്മാവാണ്. യേശു ആളുകൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്ന ജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്ന ഒരു മനുഷ്യനും ദാഹിക്കില്ല. പിന്നെ അവനിൽ നിന്നത് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് യേശു പറയുകയാണ്. നമുക്കൊന്നും കൂടി പരിശോധിക്കാം. അങ്ങനെ തന്നെയാണോ എന്ന് ഒന്നും കൂടി പരിശോധിക്കാം. യോഹന്നാൻ 7:38-39 വാക്യങ്ങൾ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. നമ്മൾ എത്ര വലിയ കാലത്തിലാണ് ജീവിക്കണമെന്ന് ഇന്ന് നമ്മൾ ദൈവത്തെ എത്ര സൂചിച്ചാലും നമുക്ക് മതി വരില്ല. കാരണം അത്രയും മനോഹരമായ കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഈ അന്ത്യകാലത്തിലാണ് ജീവിക്കുന്നത്. പുതിയ നിയമകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ന്യായപ്രമാണ കാലത്തിലോ പിതാക്കന്മാരുടെ കാലത്തിലോ ഇത് സാധ്യമല്ലായിരുന്നു. കാരണം യേശു തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടെ ഉള്ള ആളുകൾക്കെല്ലാം ഇത് ലഭ്യമായിരുന്നില്ല. ഇല്ലെങ്കിൽ ദൈവരാജ്യം വരുന്നത് വരെ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുന്നത് വരെ അതുവരെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ആർക്കും ഇത് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്,
ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാളും വലിയവൻ എന്ന് പറയുന്നത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണെന്ന് പറഞ്ഞു. അത് അബ്രഹാമായാലും മോശയായാലും നോഹയായാലും ഹാനോക്കായാലും ദാനിയേലായാലും ആരും ആയിക്കട്ടെ, അവരെല്ലാവരും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ ആണ്. ആ പരിമിതിയാണ് അവർക്കുള്ളത്. പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനിലും യോഹന്നാൻ സ്നാപകനേക്കാളും വലിയവൻ എന്ന് പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ സ്നാപകനാണെന്ന് യേശു പറഞ്ഞു മത്തായി 11:11 എന്നിട്ടാണ് പറയണത്, ഈ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകൻ വലിയവനാണെങ്കിലും ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവനാണ്. കാരണം അവർ ദൈവത്തിൻ്റെ ആത്മാവിൽ ജനിച്ചവരാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്, സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരാണ് അവർ. ഈ അനുഗ്രഹത്തിൻ്റെ ഒരു കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ യേശു പറയാണ് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. യേശു അവിടെ 37 ഭാഗത്തിൽ യോഹന്നാൻ 7:37 നമുക്ക് വായിക്കാൻ സാധിക്കും, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് ഇത് സാധ്യമാകുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ജീവജലത്തിന്റെ നദി എന്താണ് എന്ന് കാണിക്കാൻ. ഈ ജീവജല നദി സിംഹാസനത്തിൽ നിന്ന് എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ഒഴുകിയാണ്. അതാണ് നമുക്ക് കുടിക്കുവാൻ തരുന്നത്, നമ്മളിൽ നിന്നും ജീവജലത്തിന്റെ നദിയായി ഒഴുകുവാൻ ഇടവരുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം നിസ്സാരമല്ല, ഗൗരവമില്ലാത്തതായി കാണരുത് ഇതിനെ. ക്രിസ്ത്യ ജീവിതത്തിന്റെ മനോഹാരിത, അതിൻ്റെ സൗന്ദര്യം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ മാഹാത്മ്യം അത്രമാത്രം ഗൗരവമുള്ളതാണ്. ക്രിസ്ത്യ ജീവിതം, ഒരു ക്രിസ്ത്യാനി, സഭ എന്ന് പറയുന്നത് ദൈവത്തിന് അവൻ്റെ സൗന്ദര്യത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒന്നാണ് കർത്താവിൻ്റെ സഭ. അവൻ്റെ സഭയുടെ സൗന്ദര്യം, അത് സഭയുടെ സൗന്ദര്യം, അവൻ്റെ സഭയുടെ വിശുദ്ധി, അവൻ്റെ സഭയ്ക്ക് ഇന്ന് ചെയ്യാൻ ഇല്ലെങ്കിൽ സഭയിൽ നിന്ന് നിർഗളിക്കുന്ന കാര്യങ്ങൾ വിലയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. യേശു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞതിലൂടെയാണ് ഇന്ന് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. നോക്കാം, നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ജയാളികളെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ജയാളികൾ ആരാണ്? കണ്ണാടിക്കടലിൽ നിൽക്കുന്നവരാണ് വിജയിച്ചവർ. കണ്ണാടിക്കടലിൽ നിൽക്കുന്നവരാണ് വിജയിച്ചവർ, അതായത് അനുസരണവും വിശ്വസ്തതയുമുള്ള ക്രിസ്ത്യാനികൾ, ശുഷ്കാന്തിയുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ. ശുഷ്കാന്തിയുള്ളവരാണ് അവർ. അവർ സാത്താനെതിരെ പടവെട്ടി ജയിച്ചവരാണ്. ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെയും അഗ്നിശോധനയിലൂടെയും കടന്നു പോയവരാണവർ. അവർക്ക് കത്തുന്ന ജ്വാലയുടെ കടലിൽ നിൽക്കുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് പത്രോസ് എഴുതുമ്പോൾ അവിടെ പറയുന്നത്, പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. 1 പത്രോസിലെ 1-ാം അധ്യായത്തിൻ്റെ അതിൽ 7-ാം വാക്യത്തിൽ പറയുന്നത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. പൊന്നിനെ, അതായത് തീയിൽ ഊതിക്കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ അഗ്നിശോധന. തീയിലൂടെ കടന്നുപോയവരാണ് അവർ. നമുക്ക് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നമുക്കൊരു വാക്യം വായിക്കാൻ സാധിക്കും. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 12 വരെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്നു, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഓക്കെ, അപ്പം ആ അടിസ്ഥാനത്തിന്മേൽ, അതായത് യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ, പുല്ല്, വൈക്കോൽ എന്നിവ വെച്ച് പണിയുന്നെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെടും. 13-ാം വാക്യത്തിൽ പറയുന്നത്, ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും.
ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും എന്ന് പറയാം. തീയിലൂടെ ശുദ്ധീകരിക്കപ്പെടും, അഗ്നിശോധനയിലൂടെ പരിശോധിക്കപ്പെടും ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പ്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ പ്രവൃത്തികൾ തീയാൽ ചെയ്യപ്പെട്ടവരാണ് ഈ കണ്ണാടിക്കടൽ, ഇല്ലെങ്കിൽ തീ കലർന്ന അഗ്നി തടാകത്തിൽ, ഇല്ലെങ്കിൽ അവിടെ ആ പളുങ്ക് കടലിൽ ഒക്കെ നിൽക്കുവാൻ സാധിക്കുന്നവർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നവർ, അവർ അഗ്നിശോധനയിലൂടെ കടന്നുപോയവരാണ്. നമുക്ക് അറിയാം വെളിപ്പാട് പുസ്തകം എഴുതുന്ന പശ്ചാത്തലം. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ക്രിസ്ത്യാനികൾ ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ പീഡിപ്പിക്കപ്പെടുന്ന സമയമാണ്, അവരെ കത്തിക്കുന്ന സമയം, അവരെ നാട് കടത്തുന്ന സമയം, അവരെ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന സമയം, അവരെ എല്ലാവിധത്തിലും അവരെ ക്രൂശിച്ചു കൊല്ലുന്നു, തലവെട്ടിക്കൊല്ലുന്നു. പലതരത്തിലുള്ള അവരുടെ സന്തോഷവേളകളിലെല്ലാം ക്രിസ്ത്യാനികളാണ് അവരുടെ വിളക്കുകാലികളായി കത്തുന്നത്. അത്രമാത്രം ക്രൂരമായ അവസ്ഥകളിലൂടെ നേരിടേണ്ടി വന്നവരാണ് ദൈവത്തിൻ്റെ വിശ്വസ്തരായ ഈ ദൈവമക്കൾ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് അഗ്നിശോധനയിലൂടെ കടന്നുപോയ ദൈവമക്കൾ, അവരെ സംബന്ധിച്ച് അവർ ഇതിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ നില വിശ്വാസം കാത്തു സൂക്ഷിച്ചവരാണ് അവർ. അവിടെയെല്ലാം യേശുവിനെ, സ്വർഗീയ രാജാവിന് വേണ്ടി മഹത്വത്തിലെ സിംഹാസനത്തെയാണ് അവർ കണ്ടത്. ഡൊമീഷ്യൻ്റെ ഇളകിമറിഞ്ഞ കസേരയല്ല, കാല് ഇളകി ആടുന്ന ഒരു കസേര പോലെയുള്ള വെറും താൽക്കാലികമായ ഒരു കസേരയെ അല്ല കണ്ടത്. അതുപോലെയുള്ളൂ, ഒരു ഇളകിയ കാല് പോലെ ഉള്ള ഒരു കസേര പോലെയുള്ളൂ ഈ ലോകത്തിൻ്റെ ഏത് സിംഹാസനവും. അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, അത് മാറിപ്പോകും. പക്ഷേ നിത്യതയുടെ സിംഹാസനം, സ്വർഗത്തിലെ സിംഹാസനം, സ്ഥിരമായ സിംഹാസനം ഒരിക്കലും മാറ്റം വരാത്തതാണ്. ഡൊമീഷ്യൻ്റെ സിംഹാസനം പോയി, ഡൊമീഷ്യൻ പൊടിയായി മാറി. പക്ഷേ സ്വർഗം ഇപ്പോഴും നിൽക്കുന്നു. ദൈവത്തിൻ്റെ ജനം വിശ്വസ്തരായി ജീവിച്ചവർ ഇപ്പോഴും, വിശ്വാസം കാത്തു സൂക്ഷിച്ചവർ, അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഇപ്പോഴും അവരെ പിന്തുടരുന്നു. ഇന്നും ജീവിതത്തിൽ വിശ്വസ്തരായി ജീവിക്കുമ്പോൾ നമുക്കും ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ നമ്മളും കർത്താവിന് വേണ്ടി വിശ്വസ്തരായി ജീവിക്കുമ്പോൾ അഗ്നിശോധനയിലൂടെ കടന്നു പോകേണ്ടി വരും. അവരെ പോലെ ചിലപ്പം ഭൗതികമായ പീഡനങ്ങൾ ചിലപ്പോൾ ഏറ്റെന്ന് വരില്ല. പക്ഷെ അല്ലാതെ തന്നെ ആത്മീയമായ അശുദ്ധി, ആത്മീയമായി നമ്മളെ മലിനപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇന്ന് വരാം. ഇന്ന് നമ്മളെ മലിന ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ സാത്താൻ പിടിച്ചടക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കും. ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും വിശ്വസ്തരായി നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്വച്ഛ സ്ഫടിക തുല്യമായ സൂര്യകാന്തം പോലെയുള്ള ശോഭിക്കുന്ന കർത്താവിൻ്റെ മണവാട്ടി എന്നുള്ള സ്ഥാനത്തേക്ക് നമുക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ തിരുമുമ്പിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവിടെ മാത്രമേ സാധിക്കുകയുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിലെ അതിൻ്റെ 15-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 15-ന്റെ 3-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, അവർ ഒരു പാട്ടുപാട്, വിജയഗീതം പാടുകയാണ്. അവിടെ പറയണത് മോശയുടെ പാട്ടെന്നാണ്. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്. അവിടെ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടുമാണ് പാടുന്നതെന്ന് പറയുന്നത്. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ സത്യമുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഓക്കെ, അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്. സർവജാതികൾക്കും രാജാവേ, നിന്റെ മാർഗമെന്നും നീതിയല്ലോ, നിൻ വഴികളെന്നും സത്യമല്ലോ. നിന്നാമം ഭയപ്പെടാതാരു നിൽക്കും? ഏക പരിശുദ്ധ നിൻ വിധികൾ വിളങ്ങി വന്നതിനാൽ സർവജാതികളും തിരുസവിദേവന്ന് നമസ്കരിക്കും, വന്ന് ആദരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ. കാരണം അവർ കുഞ്ഞാടിൻ്റെ പാട്ട് പാടുകയാണ്, മോശയുടെ പാട്ട് പാടുകയാണ്. ഇവിടെ ഈ പാട്ടെന്ന് പറയുന്നത് വിജയത്തിൻ്റെ പാട്ടാണ്. കാരണം
പുറപ്പാട് പുസ്തകം 15 അധ്യായം. അത് കാരണം നമുക്ക് ഈ 2 ചാപ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 15 അധ്യായം, വെളിപ്പാട് പുസ്തകം 15 അധ്യായം. ഈ 15 എന്ന് പറയുന്ന ഈ ചാപ്റ്ററുകൾ വിജയത്തിൻ്റെ ഗീതം പാടുന്ന ചാപ്റ്ററുകളാണ്. മോശയുടെ പാട്ടിനെ കുറിച്ച് വിവരിക്കുന്ന പാട്ടുകളാണ്, ഇല്ലെങ്കിൽ ഭാഗങ്ങളാണ്. അവിടെ മോശയുടെ പാട്ട് നമുക്ക് കാണാം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് അവർ ചെങ്കടൽ കടന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഫ്രീഡം, സ്വാതന്ത്ര്യം അവർ അനുഭവിച്ചപ്പോൾ പാടിയതാണ്. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെ ഓർത്ത് സ്തുതിച്ചു. ഇവിടെയും കുഞ്ഞാടിൻ്റെ വീര്യപ്രവൃത്തികളെ ഓർത്ത്, കർത്താവേ നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവ്വജാതികളുടെ രാജാവേ നിന്റെ വഴികൾ നീതിയുള്ളവ എന്നാണ് പാടിയത്. ദൈവത്തിൻ്റെ മഹത്വമേറിയ കാര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ട് പാടുന്ന വേദഭാവമാണിത്. കൂടാതെ ആവർത്തനം 32 അധ്യായവും ഇതേ കാര്യം പറയുന്ന ഒരു വേദഭാവമാണ്. ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയെ വിവരിക്കുന്ന ഒരു പാട്ടാണ് അവിടെ നമുക്ക് വായിക്കാനായിട്ട്, അല്ലെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമുക്ക് ഈ കാര്യങ്ങളും തന്നെ നമുക്ക് കാണാം. അവരും അതായത് കർത്താവെങ്കിലേക്ക് ജീവിതത്തിൽ ദൈവത്തെങ്കിലേക്ക് നോക്കിക്കൊണ്ട് അവർ പാടുകയാണ് ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെ. അവർ ശരിക്കും കനാനിലേക്കുള്ള യാത്രയിലായിരുന്നു അന്നവർ. കനാനിലേക്കുള്ള യാത്രയിൽ യോർദാൻ കടക്കുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവർ ഈ വിജയത്തിൻ്റെ ഗാനം ദൈവത്തിൻ്റെ ജനം പാടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ചിന്തിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനെ ഒന്ന് ഉപസംഹരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിച്ച ഈ കാര്യത്തിൻ്റെ ഉപസംഹാരം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ സമീപത്ത് ശുദ്ധീകരണം കൂടാതെ അടുത്തു വരാൻ സാധ്യമല്ല. കഴുകപ്പെടാതെ അടുത്തു വരാൻ സാധ്യമല്ല. താമരത്തൊട്ടി കാണിക്കുന്നത് അതാണ്, കഴുകപ്പെടാതെ അകത്തേക്ക് പോകാൻ പറ്റില്ല. കണ്ണാടിക്കടൽ കാണിക്കുന്നത് കഴുകപ്പെടാതെ അകത്തേക്ക് പോകാൻ സാധ്യമല്ല. ഒരു തടസ്സം, ഒരു അതിരി, ദൂരം കാണിക്കുകയാണ്. മറ്റൊന്ന്, ഇന്ന് സ്നാനത്തിലൂടെ കഴുകപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കൽ പ്രവേശിക്കുന്ന പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരുന്നവരാക്കുന്ന ജനമാണ് അവൻ്റെ സ്വന്തം മണവാട്ടി എന്നുള്ളത്. സ്നാനത്തിലൂടെയാണ് അവർ കഴുകപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. ദൈവ തേജസ്സിൻ്റെ പ്രകാശം എന്നുള്ളത് സിംഹാസനത്തിൽ നിന്നുമാണ് വരുന്നത്. ക്രിസ്ത്യാനിയുടെ അനുസരണമുള്ള ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിലേക്ക് കണ്ണാടിക്കടലിലൂടെ ഈ വെളിച്ചം അവൻ്റെ ഉള്ളിൽ, അവിടെ സ്വച്ഛസ്ഫടികമായ ആ കണ്ണാടിക്കടൽ, അതിനകത്തൂടി ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ തേജസ്, ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു. അതിലൂടെ ക്രിസ്ത്യാനി ചുറ്റുമുള്ള ജീവിത മേഖലകളിൽ അവൻ്റെ പ്രകാശം അവൻ്റെ സ്വഭാവത്തിലൂടെ പരത്തുന്നു. നോക്കാം, ക്രിസ്ത്യാനിയുടെ ശരിക്കും സഭയുടെ മനോഹാരിത, അവൻ്റെ സൗന്ദര്യം അതാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെയാണ് അവൻ്റെ മണവാട്ടിയുടെ സ്വഭാവം. ക്രിസ്തുവിൻ്റെ വെളിച്ചം തന്നെയാണ് മണവാട്ടിയുടെ വെളിച്ചം. അതുകൊണ്ട് ക്രിസ്തു എങ്ങനെയാണ് സൗരഭ്യം പരത്തിയത്, അതുപോലെയാണ് സഭ, മണവാട്ടി ചുറ്റും സൗരഭ്യം പരത്തുന്നത് തൻ്റെ സ്വഭാവത്തിലൂടെ. കണ്ണാടിക്കടലിലേക്ക് സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദി പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനെ, അവനിൽ നിന്ന് ജീവജലത്തിൻ്റെ നദിയായി അത് പുറത്തേക്ക് ഒഴുകും. ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ ജീവജല നദിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുകയാണ്. അവൻ്റെ വിശുദ്ധ മണവാട്ടിയുടെ ഉള്ളിലേക്ക് തേജസ്സിൻ്റെ കർത്താവിൻ്റെ ആ സിംഹാസനത്തിൽ നിന്ന് ജീവജല നദി ഒഴുകി അതിലേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി. യേശു പറഞ്ഞ പോലെ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരുത്തനും ഒരു നാളും പിന്നെ ദാഹിക്കില്ല. പാപത്തെയും ലോകത്തെയും പിശാചിനെയും ജയിച്ചവരാണ് ഇവര്. അഗ്നിശോധനയിലൂടെ കടന്ന് വിജയിച്ചവരാണ് അവസാനം അവിടെ നിൽക്കുന്നത്. ക്രിസ്ത്യാനിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ സഭയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയേറിയതായ രത്നത്തിന് തുല്യമായ സ്വച്ഛ സ്ഫടികതയുള്ള സൂര്യകാന്തം പോലെയാണ്. ആ സൗന്ദര്യമാണ് നമ്മൾ എപ്പോഴും മുമ്പിൽ കാണേണ്ടത്. സഭയുടെ സൗന്ദര്യമാണ് ദൈവം അവൾക്ക് കൊടുത്ത സൗന്ദര്യം, ദൈവം അവളിൽ നിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യം അവൻ്റെ പുത്രന്റെ സൗന്ദര്യമാണ്, ക്രിസ്തുവിന്റെ സൗന്ദര്യമാണ്. ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് വരുന്ന
ആ വെളിച്ചത്താൽ ശോഭിക്കപ്പെടുന്നതാണ് ഈ സൗന്ദര്യം. അതുകൊണ്ട് ഒരു അശുദ്ധനും അവിടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കുഞ്ഞാടിന്റെ രക്തത്താൽ എല്ലാ മനുഷ്യരെയും കഴുകിക്കൊണ്ട് വെടിപ്പാക്കിക്കൊണ്ടാണ് ഇത്ര ശുദ്ധവും ശുഭ്രവുമാക്കി കർത്താവ് മാറ്റുന്നത്. ഏതൊരു കരിക്കട്ട പോലെ ഇരിക്കുന്ന പാപിയെയും, ഏത് ദുഷിച്ച മ്ലേച്ഛത സകല പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഏതൊരു അശുദ്ധനെയും യേശുവിന്റെ രക്തത്തിന് കഴുകി വെടിപ്പാക്കാൻ പറ്റും. ശുദ്ധവും ശുഭ്രവുമായ വിശേഷമായ ഒന്നാക്കി മാറ്റാൻ പറ്റും. യേശുവിന് സാധിക്കും, ദൈവത്തിന് സാധിക്കും. നമ്മൾ എത്രത്തോളം തകർന്ന നശിച്ചു കിടക്കട്ടെ, ഏതവസ്ഥയിൽ കിടക്കട്ടെ, ഇങ്ങനെയുള്ള ഏത് തകർന്നവനെയും നിരാശപ്പെട്ട് നശിച്ചു കിടക്കുന്നവനെയും യേശുവിന് സുഖമാക്കുവാൻ, വെടിപ്പാക്കുവാൻ, അവന്റെ നിർമ്മല മണവാട്ടിയാക്കുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് യേശു അവളെ ശുദ്ധയും ശുഭ്രവുമായി തേജസ്സോടെ നിർത്തുവാൻ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവനാണ്. അതുകൊണ്ട് ഈ ക്രിസ്ത്യ ജീവിതം ഗൗരവമായി കാണുവാനും ഗൗരവത്തോടുകൂടി അതിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനും എന്നും കർത്താവിന്റെ സഭയെ, അവന്റെ വിശുദ്ധ മണവാട്ടിയായ ദൈവത്തിന്റെ മക്കളെ സഹായിക്കട്ടെ. താങ്ക് യു.